നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പാർട്ടി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാനുള്ള VM സുധീരന്റെ നീക്കത്തിനെതിരെ എതിർപ്പിൽ ഉറച്ച് AI ഗ്രൂപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന പ്രായോഗികമല്ലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ പരസ്യ നിലപാട് വ്യക്തമാക്കി. അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്താനുള്ള നീക്കം VM സുധീരൻ പുനരാരംഭിച്ചു. കോൺഗ്രസിൽ ഉൾപോര് കടുക്കുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ പുനഃസംഘടന തുടരാനുള്ള സുധീരന്റെ നീക്കത്തിനെതിരെ കടുത്ത അതൃപ്തിയാണ് AI ഗ്രൂപ്പുകൾക്കുള്ളത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ പുനഃസംഘടന നടത്തുന്നത് DCC തലത്തിൽ തർക്കത്തിന് കാരണമാകുമെന്ന് ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഫലത്തിലിത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമാകും ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. എത്തിയൊരു സാഹചര്യത്തിൽ ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടത്തുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഹൈക്കമാൻഡ് ഒരു ഒബ്ജക്ഷനും പറഞ്ഞിട്ടില്ല എന്നാണ് ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി തൽക്കാലം ലോക്കൽ ബോഡി കഴിഞ്ഞിട്ട് നടത്തുന്നതാണ് പാർട്ടിക്ക് ഹിതകരം എന്നാണ്, പാർട്ടിക്ക് ഗുണകരം എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പുനഃസംഘടന അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പല ചർച്ചകളുണ്ടാകണം, പല അഭിപ്രായങ്ങളുണ്ടാകും. അപ്പം അതിൻ്റെ പേരിലുള്ള ഒരു അനാവശ്യമായ അലോസരങ്ങൾ പാർട്ടിയിലുണ്ടാകുന്നത് ഈ സമയത്ത് ഗുണകരമാണോ എന്ന് നേതാക്കന്മാർ ആലോചിക്കട്ടെ. പുനഃസംഘടനയെക്കുറിച്ച് പ്രതികരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറായില്ല. എന്നാൽ സുധീറിന് പിന്തുണയുമായി TN പ്രതാപൻ MLA രംഗത്തെത്തി. പുനഃസംഘടന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വേണം. മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കൂടുതൽ വിജയസാധ്യത ഉണ്ടാക്കുന്നതിന് പുനഃസംഘടന ഗുണകരമാകുകയേ ഉള്ളൂ. അതേസമയം പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇതുവഴി ഗ്രൂപ്പ് മേധാവിത്വത്തിന് തിരിച്ചടി നൽകാമെന്നും കരുതുന്നു. ഏതായാലും പുനഃസംഘടനാ പോര് സംസ്ഥാന കോൺഗ്രസിൽ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. പന്തളം സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈൻ. പന്തളം സുധാകരൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന പൂർത്തിയാക്കുക എന്നത് പാർട്ടിക്ക് കൂടുതൽ ഐക്യവും കരുത്തും നൽകുമെന്നാണ് KPCC പ്രസിഡന്റ് കാണുന്നത്. അതിന് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശം ഇനിയും PCCക്ക് ഹൈക്കമാൻഡ് നൽകിയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ മാത്രം തടസ്സവാദം ഉന്നയിക്കുന്നത്? അല്ല, ആരും തടസ്സവാദം ഉന്നയിക്കുന്നില്ലല്ലോ. നമ്മുടെ ഒരു പ്രിയോറിറ്റി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഈ മാത്രമല്ല, ഇപ്പൊ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലും അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ ഇലക്ഷൻ പോലും മാറ്റിവെച്ചത്, ഹൈക്കമാൻഡ് മാറ്റി. ഇവിടെ ത്രിതല പഞ്ചായത്ത്, കേരളം ഇന്ത്യയിൽ തന്നെ പ്രതീക്ഷ കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ഈ മണ്ഡലം തലത്തിലൊക്കെ പുനഃസംഘടന കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ആരും നിർത്തിവെക്കാനൊന്നും പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രിയോറിറ്റി എന്ന് പറയുന്ന മുൻഗണന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കൊടുക്കണം. മാത്രമല്ല ഘടകകക്ഷികളും ഒക്കെ അല്ലെങ്കിൽ അസ്വസ്ഥമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ UDFന്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് കോൺഗ്രസിൽ ഒരു അന്തഛിദ്രം ഉണ്ടായാൽ. അത് പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വീറും വാശിമോ അല്ലെങ്കിൽ അൾട്ടിമേറ്റമോ അല്ലെങ്കിൽ പിന്തുണയോ അല്ലെങ്കിൽ വേണമോ വേണ്ടയോ എന്നുള്ള അങ്ങനെ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. എല്ലാവരുടെയും ലക്ഷ്യം അല്ല, അങ്ങനെ ചില പൊതുവായ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെയും കാണുന്നുണ്ട്. ഇന്നിപ്പോൾ KC ജോസഫ് പറയുന്നു ഇതൊരു സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ്, തിടുക്കപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുത്താൽ വലിയ അസ്വാരസ്യമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. അത് VM സുധീരൻ അറിയാത്തതല്ലോ. കോൺഗ്രസിൻ്റെ ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടിനെയും അതിൻ്റെ നീണ്ട ചർച്ചകളുടെയും ഒന്നും സ്വഭാവം. പക്ഷേ അദ്ദേഹം ഇത് തിടുക്കപ്പെട്ട് വേഗത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന നിലപാട് കൈക്കൊള്ളുകയാണ്. അപ്പോൾ പ്രായോഗികതയ്ക്കപ്പുറം അദ്ദേഹം നേരത്തെ കൈക്കൊണ്ട ഒരു നിലപാട് ഇനിയിപ്പോൾ ആരുടെ എതിർപ്പുണ്ടെങ്കിലും വേഗത്തിൽ നടപ്പിലാക്കുക എന്ന ഈഗോയുടെ പ്രശ്നമുണ്ടോ ഇതിൽ? ഒരു ഈഗോയുടെയും പ്രശ്നമില്ല. VM സുധീരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റായിട്ട് അദ്ദേഹം വന്നിട്ട് 2 വർഷം ആകുന്നുള്ളെങ്കിൽ പോലും അതിനു മുമ്പ് എത്രയോ വളരെ ഏറ്റവും യങ്ങായി ഇരുന്നപ്പോൾ മുതൽ പാർട്ടിയുടെ ഉയർന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ഈ പ്രോസസ്സിന്റെ കാലതാമസവും അതിന്റെ ബുദ്ധിമുട്ടും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രോസസ്സിലെ കാലതാമസവും അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് VM സുധീരൻ. പക്ഷേ അദ്ദേഹം ഈ മറ്റ് മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെയും നിരാകരിക്കുകയാണ്. ഇത് വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന അഭിപ്രായം സുധീരന് മാത്രമല്ല TN പ്രതാപൻ അടക്കമുള്ള മറ്റു പലർക്കും അഭിപ്രായമുണ്ട്. അത് വേഗം നടക്കുന്നതാണ് എന്ന്. അതെങ്ങനെയാണ് ആ വൈരുദ്ധ്യം ഉണ്ടാകുന്നത്? അല്ല, വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമില്ല. പുനഃസംഘടന എത്രയും വേഗം നടക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഈ ഇലക്ഷൻ അതിന്റെ മുമ്പ് വന്ന് പെട്ടതുകൊണ്ട് ആ നേരത്തെ അറിയാവുന്നതാണെങ്കിൽ പോലും ആ പുനഃസംഘടനാ പ്രക്രിയ അവിടെ പൂർത്തീകരിച്ചില്ല. അപ്പോഴാണ് ഇലക്ഷൻ വന്ന് നിൽക്കുന്നത്.
അപ്പൊ ഇലക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? UDF നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്വവും കടമയുമാണല്ലോ. അപ്പൊ ഘടകകക്ഷികൾക്ക്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഘടകകക്ഷികൾക്ക് പോലും ആശങ്ക ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഒഴിവാക്കണമെന്ന് നിങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ്. പക്ഷേ VM സുധീരൻ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഹൈക്കമാൻഡുമായി വിഷയം ആശയവിനിമയം നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മറുവാദം ഹൈക്കമാൻഡ് ഉന്നയിക്കുന്നില്ല. അതായത് ഈ വിഷയത്തിൽ നേരത്തെ തീരുമാനിച്ച സമയക്രമവുമായി മുന്നോട്ട് പോകാൻ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് VM സുധീരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും ഇത് പക്ഷേ സമയത്ത് നടത്താനാണ് അദ്ദേഹം തീരുമാനം. അങ്ങനെ നടക്കുമെന്നാണോ, അതോ ഇത് സമയത്ത് അദ്ദേഹം പറയുന്ന സമയത്ത് നടക്കുക ബുദ്ധിമുട്ടാണ് എന്നാണോ നിങ്ങളുടെ നിലപാട്? അല്ല, ഞാൻ പറഞ്ഞില്ല, അത് ബുദ്ധിമുട്ടിന്റെ ഒന്നും പ്രശ്നമില്ല. ഇത് പുനഃസംഘടന നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് എപ്പോൾ വേണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നാണ് ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈൻ. ജേക്കബ് ജോർജ്, VM സുധീരൻ അനാവശ്യമായ ഒരു വാശി ഇക്കാര്യത്തിൽ ഈഗോ കൊണ്ട് കാണിക്കുന്നതാണ് കാണേണ്ടത്. ഇപ്പോൾ പന്തളം സുധാകരൻ അടക്കമുള്ളവർ പറയുന്നു പുനഃസംഘടന വേഗത്തിൽ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചെറിയ സമയത്ത് തിടുക്കപ്പെട്ട് നടത്തുക കോൺഗ്രസ് പോലൊരു സംഘടനയ്ക്കകത്ത് വലിയ അസ്വാരസ്യങ്ങൾക്ക് വഴിവെക്കും. അത് പിന്നെ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകും. അങ്ങേയറ്റം പ്രായോഗിക ബോധത്തോടെയുള്ള ഒരു നിരീക്ഷണം എന്ന നിലയ്ക്കാണ് ഈ മറുവാദങ്ങളെ കാണേണ്ടത്. പക്ഷേ VM സുധീരൻ അത് പരിഗണിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അനാവശ്യ പിടിവാശിയാണോ? എനിക്ക് തോന്നുന്നു സുധീറിന് എപ്പോഴും ഇങ്ങനെയാണ്, ഒരു പിടിവാശിയുടെ ആളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം, അദ്ദേഹത്തിന്റെ പറയുന്ന കാര്യങ്ങളെ നടപ്പിലാക്കാവൂ. അതാരാണെങ്കിലും ഇതിനകത്തൊരു വെല്ലുവിളിയുടെ ഒരു രീതിയുണ്ട് എപ്പോഴും. ഇപ്പോൾ തന്നെയുമല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൂലമാണ്, അദ്ദേഹം കാരണമാണ് ഇത്രയും കാലം കേരളത്തിലെ കോൺഗ്രസിനകത്ത് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടത് എന്നൊരു ധാരണയും VM സുധീറിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു അധികാരം കിട്ടിയപ്പോൾ അന്ന് തന്നെ ഉപദ്രവിച്ചവരെയോ മാറ്റി നിർത്തിയവരെയോ ഒക്കെ ഒന്ന് മുള്ളയിൽ നിർത്താനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അതിനുവേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തേണ്ട. കാരണം ഉമ്മൻചാണ്ടിയോട് വഴക്കിട്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പേടിച്ചിട്ട് കോൺഗ്രസിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നവരൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ. അപ്പോൾ ഒരു പുനഃസംഘടന വരുമ്പോഴേക്ക് ഇവരെയൊക്കെ പുതിയ സംവിധാനത്തിലേക്ക് എടുക്കുക എന്നൊരു ലൈൻ സുധീരനുണ്ട്. അതുകൊണ്ട് കൂടി ആവണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധീരന്റെ തെരഞ്ഞെടുപ്പ് നീക്കത്തെ എതിർക്കുന്നത്. അപ്പോൾ ഇത് പല സങ്കീർണമാണ് ഈ വിഷയം. ആ സങ്കീർണതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് VM സുധീരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ആപകടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ അജിത് കുമാർ, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സമയക്രമം അനുസരിച്ച് പുനഃസംഘടന നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടില്ല. ഇപ്പോൾ VM സുധീരൻ അതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിന് ഈ ഹൈക്കമാൻഡ് ഈ പിന്തുണയുണ്ട് എന്ന കാരണം കൊണ്ട് ഇവിടുത്തെ ഇത്ര കടുത്ത വിയോജിപ്പിനെ മറികടന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സുധീരന് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ പ്രയാസമായിരിക്കും. കാരണം രണ്ട് ഗ്രൂപ്പുകൾ പ്രബലമായി നിൽക്കുകയാണ്, ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ. അതിൽ സുധീരന് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കൂടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. 15 ഉമ്മൻചാണ്ടി എടുത്താൽ 15 രമേശ് ചെന്നിത്തലയ്ക്ക്, 5 സുധീരനും എടുക്കും. അതാണ് ഒരു ഫോർമുല വന്നിരിക്കുന്നത്. ഈ തരത്തിൽ വരുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ അവർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള വ്യക്തികളെ കൊടുത്തില്ലെങ്കിൽ, നേതാക്കളുടെ പട്ടിക കൊടുത്തില്ലെങ്കിൽ സുധീരൻ എവിടെ നിന്ന് ആൾക്കാരെ നിറയ്ക്കും? അപ്പോൾ സുധീരൻ്റെ ഗ്രൂപ്പുകളെ മാത്രം നിറച്ചുകൊണ്ട് സുധീരൻ ഏകാധിപതിയായി ആ നോമിനേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയാൽ, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പൂർത്തിയാക്കിയാൽ ഭരിക്കാനാവില്ല, പ്രവർത്തിക്കാനാവില്ല. ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാതെ പ്രവർത്തിക്കാനാവില്ലെന്ന കാര്യം വയലാർ രവി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം KPC പ്രസിഡന്റായി എ ഗ്രൂപ്പ് സഹകരിക്കുന്നില്ല, മുരളിയോയെ സഹകരിപ്പിച്ചില്ലെങ്കിൽ ഐ ഗ്രൂപ്പ് സഹകരിക്കത്തില്ല. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പും സഹകരിച്ചില്ലെങ്കിൽ ഒരു കാര്യവും KPCCക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. രണ്ട് ഗ്രൂപ്പ് മാറി വന്നു കഴിഞ്ഞാൽ ഇവിടെ സുധീരന് ഒരു പാർട്ടി പരിപാടി വിജയിപ്പിക്കാനാവില്ല. പക്ഷേ സുധീരൻ്റെ പ്രശ്നം, സുധീരൻ പറയുന്നതിൽ ന്യായമുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാതെ ഒരു ജനാധിപത്യ പാർട്ടിക്ക് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും? ഈ 2 വർഷം കൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു? തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നവരെ എന്തുകൊണ്ട് സുധീരൻ അവസാന ആയുധമായ ഇപ്പോഴത്തെ നിലപാടെടുത്തില്ല എന്ന് വേണേൽ ചോദിക്കാം. ആ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട്. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു വീതം വെക്കലായി കോൺഗ്രസിൽ മാറുന്നത് ജനാധിപത്യ പാർട്ടിക്ക് ഭൂഷണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്ര ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ് നടപ്പിലാക്കിയെടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുക ബുദ്ധിമുട്ടാണ് എന്ന് തടസ്സവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ.
അതിൻ്റെ അർത്ഥം അത് നടക്കില്ല എന്നത് ചൂണ്ടിക്കാട്ടുകയാണോ അതോ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കലാണോ? പട്ടിക കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ VM സുധീരൻ അക്കാര്യത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് പുനഃസംഘടനാ പരിപാടിയുമായി മുന്നോട്ട് പോയാലും ഈ ഗ്രൂപ്പുകളുടെ സഹകരണമില്ലായ്മ കൊണ്ട് അത് നടക്കില്ല എന്നാണോ നിങ്ങൾ വ്യക്തമാക്കുന്നത്? ശ്രീ പന്തളം. അല്ല, ഹലോ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇലക്ഷൻ അല്ലല്ലോ ഇത്. പ്രമുഖരായ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് ഉചിതമായ കഴിയുന്നത്ര യോഗ്യരായിട്ടുള്ളവരെ അവർ തീരുമാനിക്കുകയാണ്. അല്ലാതെ ഇലക്ഷൻ അല്ലല്ലോ. ഇലക്ഷൻ പ്രോസസ്സ് വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഹൈക്കമാൻഡിന് ഇലക്ഷന്റെ ഷെഡ്യൂളൊക്കെ എന്നെ തീരുമാനിക്കേണ്ടേ ഉള്ളത്. അല്ലാതെ ഇലക്ഷൻ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ വ്യക്തികളെ തീരുമാനിക്കും. പല സാമുദായിക പരിഗണന, പ്രാദേശിക പരിഗണന, ഇതൊക്കെ വെച്ച് അവരുടെ പഴയ പൂർവ്വകാല പ്രവർത്തനം ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിൽപ്പെട്ടവർ, ഓരോ വിഭാഗത്തിലൊക്കെ ഓരോ നേതാക്കന്മാർ കൂടിയാലോചനകളിൽ കൂടി കുറെ ആൾക്കാരെ തീരുമാനിക്കുകയാണ്. അത് ഇലക്ഷൻ അല്ല. പക്ഷെ ആ തീരുമാനിക്കുന്നതിന് സ്വാഭാവികമായിട്ടും കുറെ സമയം വേണം എന്നുള്ളത് ഫാക്റ്റാണ്. ഒരു ഇലക്ഷൻ ആണെങ്കിൽ ഒരു ഡേറ്റ് തീരുമാനിച്ച് ആ ഒറ്റ ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. അതാണ്, അതായത് ആ കൂടിയാലോചനയ്ക്ക് തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുൻപ് സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വിയോജിപ്പ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതായത് VM സുധീരൻ പുനഃസംഘടനാ പരിപാടിയുമായി മുന്നോട്ട് പോയാലും തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് ഗുണപരമാവില്ല എന്ന നിലപാട് കൈക്കൊണ്ട് ആ കൂടിയാലോചനകളിൽ നിന്ന്, പട്ടിക ഉണ്ടാക്കലിൽ നിന്ന് പ്രമുഖരായ ഗ്രൂപ്പ് നേതാക്കളിലും മാറി നിൽക്കും. അല്ല, അങ്ങനെ മാറി നിൽക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ പട്ടിക കൊടുക്കണ്ട എന്നൊരു തീരുമാനമില്ല, പുനഃസംഘടന വേണ്ട എന്നൊരു തീരുമാനമില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രിയോറിറ്റി എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സജീവമാണ്. ആ പ്രയോറിറ്റി തന്നെയാണ് VM സുധീരനെ മുന്നോട്ട് വെക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ യുവത്വമുള്ള, കൂടുതൽ കരുത്താർന്ന സംഘടനാ നേതൃത്വം ഉണ്ടായി എന്ന് ജനങ്ങളോട് പറയാൻ വേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയാൽ, പുനഃസംഘടനാ പ്രക്രിയ പൂർത്തിയാക്കിയാൽ അത് പാർട്ടിക്ക് പുതിയ ഉണർവ് താഴെത്തട്ടിൽ ഉണ്ടാക്കുമെന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുന്നവർ സംസ്ഥാന കോൺഗ്രസിലുമുണ്ട്, ഹൈക്കമാൻഡും അതിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അല്ല, ഇപ്പൊ എതിർക്കുന്നവരെന്നോ പിന്തുണയ്ക്കുന്നവരെന്നോ വേർതിരിക്കേണ്ട കാര്യമില്ല. കാരണം കുറെ വർഷങ്ങളായിട്ട് പുതിയ ഭാരവാഹിത്വത്തിലേക്ക് വരാൻ കഴിയാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ തീർച്ചയായും ഈ പുനഃസംഘടന നടത്തുമ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന കാര്യം സംശയമില്ല. അതേപോലെ തന്നെ അവർക്ക് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും പങ്കെടുക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ തന്നെയാണല്ലോ പാർട്ടി ഭാരവാഹിത്വം ഇല്ലെങ്കിലും പ്രമുഖരായിട്ടുള്ളവരാണല്ലോ ഓരോ ജില്ലയിലും പഞ്ചായത്തുകളിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ കൂടിയാലോചനകൾ കൂടി മാത്രമേ, എത്ര ശക്തനായ വ്യക്തികളാണെങ്കിൽ പോലും, ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും തന്റെ ക്യാബിനറ്റ് കൊളീഗുമായിട്ടും അതുപോലെ പാർട്ടി നേതൃത്വമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലാതെ ഈഗോയുടെ പ്രശ്നമില്ല, KPCC പ്രസിഡന്റ് തീരുമാനത്തിന് എതിരായിട്ടൊരു നീക്കമില്ല. അതൊക്കെ നമ്മൾ ഏത് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ KPCC പ്രസിഡന്റ് തീരുമാനത്തിന് വിരുദ്ധമായ നീക്കമില്ല എന്ന് വന്നാൽ KPCC പ്രസിഡന്റ് ഇനി ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ പുനഃസംഘടനാ പരിപാടിക്കുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് കാര്യത്തിൽ എതിരഭിപ്രായമില്ല. അപ്പോൾ തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ സഹകരിച്ചു പോവുക എന്ന തീരുമാനത്തിലേക്ക് നിങ്ങളും എത്തും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും അതിനെ അനുസരിക്കുന്നവരാണല്ലോ പാർട്ടി ചേർത്ത്. എല്ലാ സ്റ്റേറ്റിലുമുള്ള എത്ര തലമുതിർന്ന നേതാക്കന്മാരാണെങ്കിലും ഞങ്ങളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് അനുസരിക്കേണ്ടി വരുമെന്നാണ്. ശ്രീ അജിത് കുമാർ, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് വിരുദ്ധമായ ഒരു അഭിപ്രായമില്ല, അതുകൊണ്ട് പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് സുധീരൻ ദില്ലിയിൽ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ ഗ്രൂപ്പ് മാനേജർമാരുടെ കൃത്യമായ വിയോജിപ്പുമൊക്കെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമോ സുധീരനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത്? അതോ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും ഇവിടുത്തെ പ്രശ്നങ്ങളുടെ രൂക്ഷത മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായി വരുമോ? അപ്പോൾ സുധീരന് പൂർണ്ണമായും പിന്തുണ കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനകത്ത് ഇപ്പോഴുണ്ടോ ദേശീയ നേതൃത്വത്തിൽ? ആദ്യം കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിനോട് സംസാരിച്ച സുധീരൻ ഒഴിച്ചുള്ള നേതാക്കൾ സംസാരിച്ച ആദ്യത്തെ ദിവസത്തെ റിപ്പോർട്ട് പുറത്തു വന്നത്, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ സംഘടനാ തിരഞ്ഞെടുപ്പ് വേണ്ട അല്ലെങ്കിൽ മാറ്റിവെക്കണം എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തതാണ്. എന്നാൽ പിന്നീട് സുധീരൻ പറഞ്ഞത് അതൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയായി മുന്നോട്ട് പോകും. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ് എന്നാർക്കും വ്യക്തമല്ല. ഹൈക്കമാൻഡ് നിലപാട് ഒന്നുകിൽ ഹൈക്കമാൻഡ് നിലപാട് ഇതിനെക്കുറിച്ച് രൂപീകരിച്ചിട്ടില്ല, അവർ ഇതെല്ലാം കേൾക്കുകയും അഭിപ്രായം പറയാതിരുന്നുകയും ചെയ്തു കാണും. അപ്പോൾ ഇവിടെ പ്രശ്നം രൂക്ഷമാകാതെ ഹൈക്കമാൻഡ് നിലപാടിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല. പ്രശ്നം രൂക്ഷമാകുമ്പോഴാണല്ലോ ഇടപെടൽ വരുന്നത്. അപ്പോൾ VM സുധീരൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയും
ഈ വീണ്ടും ഒരു സംഘടനാ പ്രശ്നത്തിലേക്ക് സുധീരൻ മുന്നോട്ട് പോകുന്നു. നോമിനേഷൻ ലിസ്റ്റ് കൊടുക്കാൻ AI ഗ്രൂപ്പുകൾ തയ്യാറാകുന്നില്ല എങ്കിൽ സുധീരൻ ഏകപക്ഷീയമായി ചെയ്യേണ്ടി വരും. ആ ഏകപക്ഷീയമായി ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ AI ഗ്രൂപ്പുകൾ തയ്യാറാവില്ല. അത് പൊട്ടിത്തെറിയിലേക്ക് പോകും, പടലപിണക്കങ്ങളിലേക്ക് പോകും. ആ ഒരവസ്ഥ കൊണ്ടുവരുവാൻ ഹൈക്കമാൻഡ് എന്തായിരുന്നാലും തയ്യാറാവില്ല. അതുകൊണ്ട് പ്രശ്നം രൂക്ഷമാകുന്നത് വരെ ഇരു ഗ്രൂപ്പും AI ഗ്രൂപ്പുകൾ സുധീരനെതിരെ യോജിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ അങ്ങനെ AI ഗ്രൂപ്പുകൾ സുധീരനെതിരെ യോജിക്കുകയും സുധീരൻ രക്ഷയാൽ പട്ടാളമായി നിൽക്കുകയും ചെയ്താൽ അത് സുധീരന് ധാർമ്മിക പിന്തുണ രാഹുൽ ഗാന്ധി കൊടുക്കും. കാരണം രാഹുൽ ഗാന്ധിയും സുധീരനും ഒക്കെ ഒരേ സ്കൂളിലെ കോൺഗ്രസിലെ ഒരേ സ്കൂളിൻ്റെ വക്താക്കളായി ആണ് ഇപ്പോൾ അറിയപ്പെടുന്നതും ചിത്രീകരിക്കപ്പെടുന്നതും. അതുകൊണ്ട് ആ തരത്തിൽ സുധീരൻ മുന്നോട്ട് പോയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ഹൈക്കമാൻഡ് ഇടപെടുകയും തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി ശക്തൻ നിലനിൽക്കാനാണ്, ശക്തൻ വിജയിക്കാനാണ് സാധ്യത. നേതൃത്വത്തെ കാണുകയും ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ വേണമെങ്കിൽ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പുനഃസംഘടനാ പ്രക്രിയ മാറ്റിവെക്കാമെന്ന നിലപാട് പങ്കുവെച്ചുവെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പിന്നീട് VM സുധീരൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടുവെന്നും. ഇവിടെ പ്രബല വിഭാഗങ്ങൾക്ക് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുക എന്ന അഭിപ്രായമുണ്ട്. അതവർ നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്നു. ആ നിലപാട് അത് പ്രായോഗികമായ ബുദ്ധിയാണ് എന്ന നിലപാട് നേതൃത്വത്തിന് മനസ്സിലാവും. അങ്ങനെ ഈ വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറം വരെ ഇത് കൊണ്ടുപോകുന്നതിന് ഹൈക്കമാൻഡ് അനുവദിക്കും എന്ന് കാണുന്നുണ്ടോ താങ്കൾ? അല്ല, ഹൈക്കമാൻഡ് കാര്യം ഹൈക്കമാൻഡ് ഇത് ഇവിടെ ഗൗരവതരമായ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എത്രയും വേഗം ഇടപെട്ട് ഞങ്ങൾ ഇടപെടുന്നു എന്ന് പറഞ്ഞൊരു അന്ത്യശാസനം നൽകുമായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം AK ആന്റണി ഉൾപ്പെടെയുള്ള വലിയ ഏറ്റവും ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഡൽഹിയിലുണ്ട്. അവരുമായിട്ടൊക്കെ ആശയവിനിമയം ഹൈക്കമാൻഡ് നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്നുള്ള ഒരു യഥാർത്ഥ ലാഘവത്തോടു കൂടിയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ലാഘവത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പോകണം എന്ന് ഒരു വിഭാഗം തന്നെ ആഗ്രഹിക്കുന്നു. പുനഃസംഘടന വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോ തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. ആരും പുനഃസംഘടനയ്ക്ക് എതിരല്ല. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ പുനരാരംഭിക്കണമെന്നോ ഉള്ള ഒരു നിർദ്ദേശം ഏത് ഭാഗത്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെല്ലാവരും ശിരസ വഹിക്കുകയും ചെയ്യും. അതിൽ തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ KPCC പ്രസിഡന്റ്, ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പ്രസിഡന്റാണ് KPCC പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എല്ലാ വിഭാഗത്തിന്റെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന കാര്യം സംശയമില്ല. അവസാനമായി അജിത് കുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്തുക എന്ന തീരുമാനത്തോട് ഒരു നിലയ്ക്കും ഇവിടുത്തെ പ്രബല ഗ്രൂപ്പുകൾ യോജിക്കുന്നില്ല. ആ നിലപാട് അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും പുനഃസംഘടനാ തീരുമാനവുമായി സുധീരൻ മുന്നോട്ട് പോവുക എന്നാൽ കാര്യങ്ങളെ മനഃപൂർവ്വമായ ഒരു സംഘർഷത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു എന്ന് വേണമോ കരുതാൻ? അങ്ങനെ പ്രശ്നം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഇവിടെ ഹൈക്കമാൻഡ് ഇടപെടുമെന്നും അതിൽ തനിക്ക് പിന്തുണ കിട്ടുമെന്ന അമിത പ്രതീക്ഷ സുധീരൻ വെച്ചു പുലർത്തുന്നുവെന്നാണോ? സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ ഒരിക്കലും ഒരു പൊട്ടിത്തെറിക്ക് മുമ്പ് സുധീരൻ വെടിനിർത്തലിന് തയ്യാറാകും. അതാണ് എല്ലാ കാര്യത്തിലും. ബാർ പ്രശ്നമായിക്കോട്ടെ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഗ്രൂപ്പ് പ്രശ്നത്തിൽ ഒരു ഛിന്നഭിന്നമായ സംഘടന ഛിന്നഭിന്നമാക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. അതിൽ അദ്ദേഹം കരുതലോടെയുള്ള നീക്കമാണ് നടത്തുന്നത്. ഇക്കാര്യത്തിലും എന്നാൽ AI ഗ്രൂപ്പുകളുടെ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ ഗ്രൂപ്പ് മാനേജർമാരുടെയോ ഇംഗിതത്തിന് കീഴടങ്ങുന്ന ഒരു KPCC പ്രസിഡന്റാണെന്ന് ചരിത്രം വിലയിരുത്താനും അദ്ദേഹം തയ്യാറാവില്ല. അതുകൊണ്ട് ശക്തമായി പോരാടുകയും അവസാന നിമിഷം വരെ പുനഃസംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവസാന നിമിഷം ഇരു ഗ്രൂപ്പുകളും നിസ്സഹകരിക്കുകയും ഹൈക്കമാൻഡിൽ നിന്ന് നിർദ്ദേശം വരികയും ചെയ്താൽ അതുകൊണ്ട് അവിടെ വെച്ച് വെടിനിർത്തി ഞാൻ പിന്മാറുന്നു, സംഘടനയ്ക്ക് വേണ്ടി, ഗ്രൂപ്പുകൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ജയത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. നന്ദി ശ്രീ അജിത് കുമാർ. ഒപ്പം പന്തളം സുധാകരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ജേക്കബ് ജോർജിനും. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.